ജോലി സാറേ, ഈ ഈ ആഴ്ച ഇന്ത്യയിലെ യാത്രക്കാരെ, ഇന്ത്യക്കകത്തും പുറത്തുമായി ധാരാളമായി വിമാനയാത്ര നടത്തുന്ന യാത്രക്കാരെ ഏറെ കഷ്ടപ്പെടുത്തിയത് ആണ് ഇൻഡിഗോയിലെ സമരം. ഈ പത്രങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നലത്തെ മനോഹരമായൊരു തലക്കെട്ട് ഇന്ത്യ നോ ഗോ എന്നാണ്. ഇന്ത്യ നോ റെഡിൽ കൊടുത്തിട്ട് ഇന്ത്യ നോ ഗോ. മനോഹരമായ ചില തലക്കെട്ടുകളിൽ പലപ്പോഴും നമ്മുടെ മലയാള പത്രങ്ങളെക്കാൾ കവച്ചു വെക്കുന്നുണ്ട്, പലപ്പോഴും ഇംഗ്ലീഷ് പത്രങ്ങൾ. ഇന്ത്യ നോ ഗോ എന്ന് വെച്ചാൽ ഇന്ത്യക്കാരന് അനങ്ങാനാവാത്ത വിധത്തിൽ ഇന്ത്യക്കാരെ സ്തംഭിപ്പിക്കുകയാണ് ഇപ്പോൾ ഇൻഡിഗോ ചെയ്തത്. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എയർപോർട്ടിലെത്തിയ യാത്രക്കാർ മുഴുവൻ സ്തംഭിച്ചു പോവാണ്. വ്യാഴാഴ്ച മാത്രം 550 എയർലൈനുകൾ കട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇന്നലെ വെള്ളിയാഴ്ചയല്ലേ, ഇന്നലെ 400 എയർലൈനുകൾ കട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇന്നിപ്പോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ആര് രംഗത്ത് വന്നാലും അതൊരു വസ്തുതയാണ്. ആളുകളുടെ നിലവിളിയും പ്രതിഷേധവും അമർഷവും ഇന്ത്യ ഒട്ടാകെ. ഇതിലിപ്പോ രാഹുൽ ഗാന്ധി ഇന്നലെ അവരുടെ എനിക്ക് തോന്നുന്നു ഇൻഡിഗോ എന്ന കമ്പനിക്കകത്തെ സേവന വേതന വ്യവസ്ഥകളുടെയും പുതിയ നിയമനക്കുറവിന്റെയും ഉള്ളവരുടെ പണിമുടക്കിന്റെയും ഒക്കെ പ്രശ്നമാണ്. ജീവനക്കാർ പണിമുടക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന കാരണം. അതിന്റെ കാരണങ്ങൾ വേറെ പരിശോധിക്കണം. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്നലെ രാഷ്ട്രീയമായ കാരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് എല്ലാ സെക്ടറിലും മോണോപ്പൊളി ആക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റിലൂടെ, ഒത്തുതീർപ്പിലൂടെ, പിൻവാതിലൂടെ, ഫിക്സിങ്ങിലൂടെ ഒക്കെ ഒരുതരം ഈ മാച്ച് ഫിക്സിംഗ് പോലെ നേരത്തെ ഫിക്സ് ചെയ്തിട്ട് മത്സരമില്ലാത്തൊരു സാഹചര്യം. എല്ലാ മേഖലയിലും മോണോപ്പൊളിയാണ്. ഏതെങ്കിലും ഒരു കുത്തകക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവന്റെ കയ്യിൽ ഒരു മേഖല മൊത്തം ഏൽപ്പിക്കുന്നതിന്റെ ദുരന്തമാണിത്. നമ്മൾ ഉദാരവൽക്കരണമാണ് ഇപ്പൊ 92 മുതൽ നടപ്പാക്കി വരുന്നതെങ്കിൽ എല്ലാ മേഖലയിലും ഉദാരമായ മത്സരത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. അപ്പൊ സർവീസിലും അതുണ്ടാവും. അതില്ലാത്തതിന്റെ കുറവാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇൻഡിഗോ സമരത്തെ സാർ കാണുന്നത്? അപ്പൊ ഇതിനകത്ത് ഈ ഇൻഡിഗോയുടെ ഒരു ഈ ആധിപത്യത്തിലെ കുത്തക സ്വഭാവം, തങ്ങളെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മനോഭാവമാണ് ഈ പ്രശ്നത്തിന് കാരണം. മാത്രമല്ല, ഇതിപ്പം ഗവൺമെന്റിനെ ഈ കത്തിമനയുടെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം 2 വർഷത്തിന് മുമ്പ് ഗവൺമെന്റ് തയ്യാറാക്കി ഈ ഏവിയേഷൻ കമ്പനികൾക്ക് കൊടുത്തതാണ് സംഗതി. അതായത് FDTL, അതായത് ഫിക്സഡ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ. വിശേഷിച്ച് നമ്മുടെ ഈ അഹമ്മദാബാദിലെ ആ ഫ്ലൈറ്റ് ആക്സിഡന്റിന് ശേഷം അത് കൂടുതൽ അതിന് പ്രസക്തിയും വർദ്ധിച്ചു. അപ്പൊ ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് 2 വർഷത്തേക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഇൻഡിഗോ, ശരിക്കും ആദ്യം 1 വർഷത്തെ നടപ്പിലാക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഇൻഡിഗോ പോയി സർക്കാരിന്റെ കാൽ പിടിച്ചിട്ടാണ് വീണ്ടും 1 വർഷവും കൂടെ നീട്ടിക്കൊടുത്തത്. ഈ 1 വർഷം കൂടെ നീട്ടിക്കൊടുത്തിട്ട് ഈ സമയത്ത് മറ്റെല്ലാ കമ്പനികളും, എയർ ഇന്ത്യ, ആകാശ്, ഈ എയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇൻഡിഗോയുടെ 3-1 4-1 ഉള്ളൂ. അവർ പോലും 200 പേരെ അധികം പൈലറ്റുമാരെ നിയമിച്ചു. അതേസമയത്ത് ഇൻഡിഗോ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ സർക്കാർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇവരുടെ ഒരു മാനേജ്മെന്റ് അപ്രോച്ച് വളരെ വ്യത്യസ്തമാണ് ഇൻഡിഗോയുടെ. കാരണം അവര് കറക്റ്റായിട്ട് ഫ്ലൈറ്റ് നടത്തുകയും അത്യാവശ്യം നല്ല ഈ ആൾക്കാരുടെ ഇപ്പൊ ഫ്ലൈറ്റിന്റെ ഉൾവശവും ഈ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷയെക്കാട്ടി മോശം ചില സീറ്റുകളൊക്കെ. അപ്പം വെറും ഈ മറ്റേ ഗട്ടർ റോഡിൽ കൂടെ ഒക്കെ പോകാനൊക്കെയാണ് ചില സമയങ്ങളിൽ ചില ഫ്ലൈറ്റിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷെ എങ്കിലും ആൾക്കാർക്ക് ഒരുവിധം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് ഈ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇവരിത് മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന സാധനം. അപ്പൊ അങ്ങനെ അതിനകത്ത് ഈ പറഞ്ഞ ഒരു ടൈം ഷെഡ്യൂളൊക്കെ കീപ്പ് ചെയ്യുന്നതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ഫ്ലൈറ്റ്. അങ്ങനെ അതേ സമയത്ത് ആരെങ്കിലും ഒരു എതിരാളി വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ കടന്ന് അവരെ ഇല്ലാണ്ടാക്കും. കാരണം ഇതിനിടയ്ക്ക് ഒട്ടനവധി വിമാന കമ്പനികൾ ഒരുപാട് പേരുണ്ട്. പിന്നെ പല കമ്പനികൾക്കും ഈ ഗോ എയർ ഇങ്ങനെയൊക്കെയുള്ള പല കമ്പനികൾക്കും പൂട്ടിക്കെട്ടേണ്ടി വന്നു. അതെ, കിങ്ഫിഷർ ഇവരുടെ ഇതിന്റെ അല്ലാതെ വേറെ കാരണങ്ങളുണ്ടാവും. പക്ഷെ ഇതെല്ലാം ചെയ്യുന്ന ഇവര് അതിനകത്തുള്ള പൈലറ്റുമാരെ പിടിക്കുകയും അവിടെ കുറച്ച് ശമ്പളം കൂടുതൽ കൊടുത്ത് തിരിച്ചു ആക്കി. അപ്പൊ അവർക്ക് പൈലറ്റുമാരെ കിട്ടാതെ വന്നിട്ട് ലാഗ് ചെയ്തിട്ടാണ് ഈ ബാക്കി എല്ലാ ഫ്ലൈറ്റുകളും പൂട്ടിച്ചത്. അതേപോലെ തന്നെ ഇവർക്ക് ലാഭമില്ലെങ്കിലും അവർ ഓടുന്ന റൂട്ടിലേക്ക് അവർ വീണ്ടും സർവീസ് തുടങ്ങുകയും അങ്ങനെ ഒരു പ്രവണത ഇൻഡിഗോയ്ക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് സർക്കാരും അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഈ സമയത്ത് ഈ കൂടുതൽ പൈലറ്റുമാരെയും ക്രൂ മെമ്പേഴ്സിനെ എടുക്കണമായിരുന്നു.
അവരെടുക്കേണ്ടതിന് പകരം ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉള്ള ഒരു 4 വർഷം കൂടുന്തോറും ഒരു സിഇഒയെ കൊണ്ടുവരും. ഇപ്പൊ ഇരിക്കുന്ന സിഇഒ എന്ന് പറഞ്ഞാൽ പീറ്റർ എൽബ്രീസ്. അദ്ദേഹം നെതർലാൻഡുകാരനാണ്, ഹോളണ്ട് തന്നെ. അപ്പൊ അവിടുത്തെ ഈ KLM എന്ന് പറയുന്ന പ്രസിദ്ധമായ കമ്പനിയുടെ ചുമതല വഹിച്ചിരുന്ന കക്ഷിയാണ്. ഈ പീറ്ററിനെ കൊണ്ടുവന്നതിന് ശേഷം പീറ്റർ കൊണ്ടുവന്ന പരിഷ്കാരമാണ് ഈ ആൾക്കാരെ ഇനി കൂടുതൽ റിക്രൂട്ട് ചെയ്യാതെ നിയമിക്കേണ്ട, അതേ സമയത്ത് റണ്ണിങ് ടൈം കൂട്ടണം, അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ നോക്കി. അങ്ങനെ ലാഭം ഉണ്ടാകാൻ നോക്കിയിട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ 70 മണിക്കൂർ വരെ പൈലറ്റുമാർക്ക് ഒരാഴ്ചയിൽ ഓടാം. പക്ഷെ അത് 55 മണിക്കൂറാണ് സാധാരണ എല്ലാവരും അത് ചെയ്യുക. വേണമെങ്കിൽ ഇതുവരെ പോകാം. പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൈലറ്റുമാർക്കും 5-10 അവേഴ്സ് കൂട്ടി കൊടുത്തിട്ട് 10-20,000 അവേഴ്സ് അഡീഷണൽ ഇയാൾ ക്രിയേറ്റ് ചെയ്തു. ഇത് അതുപോലെ ക്രൂ മെമ്പേഴ്സിനെ ഇത് ബാധകമാക്കി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവരിത് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും സിക്കായി തുടങ്ങി. ശരിയാണ്. അങ്ങനെ സിക്കായിട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് ഫ്ലൈ ചെയ്യല്ലേ? അതെ, അത് ഇടയ്ക്കൊരു ചെറിയൊരു സ്ലീപ്പ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ പലരും ടയർഡായി. ഈ പൈലറ്റുമാരും ക്രൂ മെമ്പേഴ്സും, വിശേഷിച്ച് പൈലറ്റുമാർ ടയർഡായപ്പോഴത്തേക്ക് പലരും സിക്കായിട്ട് മാറി. അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടായി. എന്നിട്ട് ഈ November 1 പലരും ഇത് വിട്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായി. അതേസമയത്ത് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ കൂടുതൽ പൈലറ്റുമാരെ എടുക്കേണ്ടതാണ്. അതെടുക്കാതെ തന്നെ ഇവര് റണ്ണിങ് ടൈം കൂട്ടുകയും നിലവിലുള്ള ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പ്രശ്നമുണ്ടായത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ 1-ാം തീയതി ഖത്തർ എയർവേസും അതുപോലെ ചില എയർവേസിലൊക്കെ പൈലറ്റുമാരുടെ ഇന്റർവ്യൂ ഫിക്സ് ചെയ്തു. December 1 ഈ കഴിഞ്ഞ 1 അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പൈലറ്റുമാരെല്ലാം ഇവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കുകയല്ലേ. 50-60 പേർ ഒറ്റയടിക്ക് സിക്കടിച്ച് ഇന്റർവ്യൂവിന് പോയി. അതാണ് ഇതിന്റെ അടിസ്ഥാനം. അങ്ങനെയാണ് ഇത് പെട്ടെന്നൊരു കൊളാപ്സിലേക്ക് വരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ക്യാൻസൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സകല ഹോട്ടലുകളിലൊക്കെ പോയി ഒരു ബാർഗെയിൻ ചെയ്ത് ഏറ്റവും കുറഞ്ഞ പൈസക്കാണ് ഹോട്ടലുകളിലൊക്കെ പൈലറ്റുമാർക്ക് വേണ്ടി ഇത് ബുക്ക് ചെയ്യുന്ന സംഗതി. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഹോട്ടലുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരു സഹകരണവും കിട്ടത്തില്ല. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഒരിടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ക്രൂവിനെ താമസിപ്പിക്കാൻ ഹോട്ടൽസ് കിട്ടാതെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങനെയും പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഇങ്ങനെ. അതോടൊപ്പം തന്നെ ഈ ക്യാബ് ഡ്രൈവേഴ്സ്, ക്യാബ് ഇങ്ങനെ ഏജൻസികൾ അവരുടെ അടുത്തും ഭയങ്കരമായിട്ട് വളരെ ചീപ്പ് റേറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പൊ അവരും ബാംഗ്ലൂരിലും പല സ്ഥലങ്ങളിലും സമരത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ വിമാന കമ്പനിയുടെ ചെറ്റത്തരം എന്ന് പറയാം. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ. എന്നിട്ട് ഇതിനിടയ്ക്കുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റുകൾ ഇപ്പം മുടങ്ങിയിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പല സ്ഥലങ്ങളിലേക്കും ഫ്ലൈ ചെയ്തു പോയ പൈലറ്റുമാരുണ്ട്. അത് പല സ്ഥലത്തും കിടക്കുക. ഇവർക്ക് തന്നെ അറിയില്ല ഇപ്പൊ ആരൊക്കെ എവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഇൻഡിഗോ നടത്തുന്ന ഇപ്പൊ ഈ ആൾക്കാർ സ്റ്റാൻഡേർഡ് ആണല്ലോ. ഇപ്പം ഇവർക്ക് ആകെ തകർന്ന ഒരവസ്ഥയില് ഇവരിപ്പോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറി ഫ്ലൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയും. എന്താ ഫെറി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ ഇവരുടെ ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലേക്കും ഈ റെസ്റ്റ് എടുക്കുന്ന പൈലറ്റുമാരുണ്ടാവുമല്ലോ, അവര് പല സ്ഥലങ്ങളിലായിരിക്കത്തില്ലേ. അപ്പൊ ഫ്ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ അവർ അതാത് ഡെസ്റ്റിനേഷനിലേക്ക് വരുള്ളൂ. ഇതൊരു ഭയങ്കര നെറ്റ്വർക്ക് ആണല്ലോ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള പൈലറ്റുമാർ പല സ്ഥലത്ത് സ്റ്റാൻഡ് ആയിരിക്കുന്ന ആൾക്കാരെ പോയി പറഞ്ഞെടുത്തോണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അവരെ പൊക്കിയെടുക്കാനാണ് ഫ്ലൈറ്റ് സർവീസ്. ഇന്നലത്തെ കണക്ക് പറയുന്നത് ആദ്യത്തെ വ്യാഴാഴ്ച മിനിഞ്ഞാന്ന് 550 ഫ്ലൈറ്റ് ആണ് മുടങ്ങിയത്. ഇന്നലെ 400. ഇന്നത്തെ കണക്ക് ഇപ്പൊ വന്നിട്ടില്ല. മാത്രമല്ല ഇപ്പം ഡൽഹി ടു കൊച്ചി 45,000-60,000 റുപ്യക്ക് വരുന്നു മറ്റുള്ള ഫ്ലൈറ്റുകൾ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു യാത്രക്കാർക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവർ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് വേറൊരു തിയറി കേൾക്കുന്നുണ്ട്. അതായത് ഈ FDTL റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം കൂടിയാണ് ഗവൺമെന്റിനെ ഒന്ന് പിടിച്ചു കുലുക്കി. കാരണം ഇത് ഗവൺമെന്റ് വിഷയമാണ് സാധനം, ഇതൊരു ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ. അപ്പൊ ഇത് ആ ഒരു തന്ത്രമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തു നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞ സംഗതി എന്ന് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ക്രൂ മെമ്പേഴ്സ് ഇതുപോലെ ക്രൂ മെമ്പേഴ്സിന് എപ്പോഴെങ്കിലും സിക്ക് അടിക്കും. മാത്രമല്ല പൈലറ്റുമാർ സിക്ക് പറഞ്ഞപ്പോൾ രക്ഷയില്ലല്ലോ. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റിൽ വല്ല കഴമ്പുണ്ടോ? അല്ല, അതിനകത്ത് മോണോപ്പൊളി, അതായത് കാര്യം ഇതാണ്, കുത്തകകൾ നമ്മളിപ്പോ കൂടുതൽ കമ്പനി പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഗുണം എന്താണ്? ഒരു പബ്ലിക് സെക്ടറിനേക്കാളും നന്നായി കോമ്പറ്റീഷൻ വരും എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ വരുമ്പോൾ പൊതുജനങ്ങൾക്ക്, ഗുണഭോക്താക്കൾക്ക് കൂടുതൽ നല്ല സർവീസും ആനുകൂല്യങ്ങളും അതിനനുസരിച്ചുള്ള ബെറ്റർ സർവീസ് കിട്ടുമല്ലോ. ഇതിപ്പോ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ഇവർ മോണോപ്പൊളി ഉണ്ടാക്കുക, ഫിക്സ് ചെയ്തിട്ട് ഈ ഇപ്പോ ഇൻഡിഗോയെ മാത്രമാക്കുക.
ബാക്കിയുള്ളതിനെ മുഴുവൻ ഇല്ലാതാക്കുക. അതിന് ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി. കൂട്ടുനിൽക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് കോർപ്പറേറ്റ് മേഖലയിലുള്ള മത്സരങ്ങളാണ്, ആഗോള തലത്തിലുള്ള അതിന്റെ സ്വഭാവമാണ്, ജനിതക സ്വഭാവമാണല്ലേ കോർപ്പറേറ്റുകളുടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പിന്നെ എതിരാളിയെ ഇല്ലാതാക്കുക. ഇപ്പൊ എയർ ഇന്ത്യയിലുള്ള കുറെ നല്ല പൈലറ്റ്സിനെ പെട്ടെന്ന് ഓഫർ കൊടുത്ത് വാങ്ങിക്കുക, നല്ല ഓഫർ ചെയ്തിട്ട് നല്ല കോമ്പൻസേഷൻ ഓഫർ ചെയ്തിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യുക. അപ്പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പെട്ടെന്നൊരു ഇതായില്ലേ, അവിടെ ഒരു ഇൻഡിഗോ മുതലാളിയുടെ സ്വഭാവമാണ്, അത് മോദി ഗവൺമെന്റ് കുഴപ്പമല്ല. അത് ഇൻഡിഗോയുടെ ഒരു സ്വഭാവമാണ്, ഇൻഡിഗോയുടെ അടിസ്ഥാന സ്വഭാവമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എയർ ഇന്ത്യ കമ്പാരിറ്റീവ്ലി അവരുടെ ഒരു പഴയ ഹിസ്റ്ററിയും ലെഗസിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവരിപ്പോഴും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലാണ് സർവീസ് നടത്തുന്നത്. അത് ഇന്ത്യയുടെ കണക്കല്ല, ഇന്ത്യയുടെ രീതിയല്ല എയർ ഇന്ത്യയുടെ രീതി എന്ന് പറയുന്നത്. എയർ ഇന്ത്യ പിന്നെ ഒരു ടാറ്റയുടെ ഹെറിറ്റേജും പിന്നെ എയർ ഇന്ത്യയുടെ ഒരു കൾച്ചറും അതിൻ്റെതായിട്ടുള്ള കുത്തൊഴിഞ്ഞ സ്വഭാവം ഒക്കെ ഇപ്പോഴും എയർ ഇന്ത്യയിലുണ്ട്. പക്ഷെ അതിന് ടൈം എടുക്കും. എങ്ങോട്ടാ ഇത് പോകുന്നതിന്റെ പരിണതി എന്താവും? ഈ പരിണതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഗവൺമെന്റ് ഇതിനകത്തൊരു ശക്തമായ ഇടപെടൽ നടത്തേണ്ട ആവശ്യം. കാരണം ഇത്തരത്തിലുള്ള ടെൻഡൻസിയെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. അതേപോലെ തന്നെ അതിനെന്തെങ്കിലും ചില പിന്നെ ഒരു റെഗുലേഷൻസ് കൊണ്ടുവേണ്ടി വരും. ഇപ്പൊ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും കൂടെ ആണല്ലോ, ആ റെഗുലേഷൻ കൃത്യമായ രീതി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കോടതിയും ഇടപെട്ടില്ലല്ലോ, PIL ഒന്നും എടുത്തില്ല, ആരും കോടതിയിൽ പോയിട്ടില്ല. ഇനി ചിലപ്പോൾ പോകുമായിരിക്കും. ഒരുപാട് പേർക്ക് ഇവര് അസംഘടിതരാണോ പൈലറ്റ്സ് ഒക്കെ? പൈലറ്റ്സ് സംഘടിതരാണ്, പൈലറ്റ് മൊത്തത്തിൽ സംഘടിതരാണ്. പക്ഷെ അവരും എല്ലാം ഈ പറഞ്ഞ പോലെ അവർ ടയർഡായി, അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊരു സോഷ്യൽ ഇഷ്യൂയും കൂടെയാണ് ഈ സാധനം. കാരണം ഇപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ പിന്നെ ഈ ഗവൺമെന്റ് അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ പോലും ഈ ടെൻഡൻസി ഇൻഡിഗോയ്ക്ക് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് സംഗതി അതൊരിക്കലും ആശാസ്യമല്ല. അല്ല, അത് ഗവൺമെന്റ് ഇടപെട്ട് DGC ഇടപെട്ട് പരിഹരിക്കണം. അത് ഈ ഒരു സമരത്തെ മാത്രമല്ല, ആ സംസ്കാരത്തെ മാറ്റണം. ഉദാഹരണത്തിന് FDTL-നെ തകിടം മറിക്കാനുള്ള ഒരു ശ്രമം കൂടെ ആയിക്കൂടാ ചെയ്യുന്നത്. ഈ മറ്റേ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഏതായാലും 2 ദിവസം കൊണ്ട് സമരത്തിന് എന്താ സംഭവിക്കാൻ നോക്കാം. ഇത് ശരിയായി വരണമെങ്കിൽ ഇനി ആഴ്ചകളോട് എടുക്കും എന്തായാലും. എന്നിട്ട് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വൃത്തികേടെന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ടിക്കറ്റ് ഇഷ്യൂ എന്നുള്ളതാണ്. ടിക്കറ്റ് കൊടുത്തുകൊണ്ടേ ഫ്ലൈറ്റ് സമയത്തിന് പോകുമെന്ന് അവർക്ക് ഒരു ഉറപ്പില്ല. വന്നാൽ പിന്നെ ഫ്ലൈറ്റ് റെഡി ആയാൽ തന്നെ പൈലറ്റ് ഉണ്ടാവും ഉറപ്പില്ല. പക്ഷെ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കും. അതാ പറഞ്ഞ എന്റെ സാറേ, ഇപ്പൊ 4 ദിവസമെങ്കിലും അത്രയും പണം പിന്നീട് റീഫണ്ട് ചെയ്താൽ പോലും അത്രയും പണം ഇൻഡിഗോ മുതലാളിയുടെ അക്കൗണ്ടിൽ കിടന്നാൽ തന്നെ ലാഭത്രയാണ്. തീർച്ചയായിട്ടും കൊള്ളയാണല്ലോ ശരിക്കും. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ സ്റ്റോക്കില് ഇത്രയും വലിയ സാധാരണ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിൽ ചെറിയൊരു പേര് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഇടിവുണ്ടാവും. ഇവരുടെ സ്റ്റോക്ക് അതേപോലെ ഇടിയുന്നില്ല. കമ്പനിക്ക് നഷ്ടം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയാം ഇത്രയും ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്, 2 ദിവസത്തെ പ്രശ്നമാണ്, ഇത് മറികടക്കും എന്നുള്ളത് കൊണ്ടാണ്. അതൊക്കെ ആ അഹങ്കാരമാണ് അവരുടെ. ആ അഹങ്കാരത്തിനെയാണ് ശരിക്കും ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നത് വേണ്ടതാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസ്താവനയെ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റത്തില്ല. അതിനകത്ത് ഗവൺമെന്റിനെയും കൂടി ഉത്തരവാദിത്വം പറഞ്ഞതിൽ നമുക്ക് തള്ളി കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അല്ലേ ഈ ഇന്ത്യക്കാരുടെ മൊത്തം ഒരു വികാരം. ഇൻഡിഗോയുടെ ഈ ഒരു കുത്തക സ്വഭാവം ഇപ്പൊ നമ്മൾ എയർപോർട്ടുകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇൻഡിഗോ മാത്രമേ ഉള്ളൂ. അതാണ് എല്ലായിടത്തും കാണുന്നത്. ഇപ്പം മുകളിൽ നിന്നൊക്കെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിഗോയാണ് നമ്മൾ കാണുന്നത്. ഇൻഡിഗോയുടെ ലോകമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതാണ് തകർക്കേണ്ടത്. അതിന്റെ ഒരു അഹങ്കാരമാണ് തകർക്കേണ്ടത്. അത് വളരെ നീങ്ങി വളർന്നോട്ടെ, പക്ഷെ റെഗുലേഷൻ ശക്തമാണ്, ജെനുവിൻ ആയിരിക്കണം വളർച്ച. അത് DGCയുടെ ഇടപെടൽ വളരെ ശക്തമായിരിക്കണം. എങ്ങനെയായിരിക്കണം, എത്ര മണിക്കൂർ പൈലറ്റുമാർക്ക് റെസ്റ്റ് വേണം. കാരണം പൈലറ്റുമാർക്ക് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം അപകടത്തിലാവും. ശരി. അപ്പൊ ആ രീതിയിലുള്ള റെഗുലേഷൻ ശരിക്കും DGCയെ ചെയ്യണം. DGCയെ ഇപ്പൊ ആ DGCയുടെ പരാജയം കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ ജനങ്ങൾ അനുഭവിക്കുന്നതാണ് പല രീതിയിൽ. എന്തായാലും 2 ദിവസം കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നോക്കാം. ബാക്കി ഇനിയും നമുക്ക് ചർച്ച ചെയ്യാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.